വെൽക്കം ബാക്ക് ടു ഇൻസൈറ്റ് ലേണിംഗ് ഹബ്. മക്കളെ, ക്രിസ്മസ് എക്സാമിന്റെ ഒക്കെ ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ എല്ലാവരും ഇപ്പൊ ക്രിസ്മസ് എക്സാം പഠിക്കുന്നതിന്റെ ഒരു തിരക്കിലാണെന്നറിയാം, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണെന്നറിയാം. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പോർഷൻസിൽ നിന്നും എത്ര മാർക്കിന് ചോദിക്കും? അത് ഓണപ്പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പുതിയ പാറ്റേൺ അനുസരിച്ച് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ തവണയും ക്രിസ്മസ് എക്സാമിന്റെ പരീക്ഷയ്ക്ക് ഓണം എക്സാമിന്റെ പോർഷൻസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യപേപ്പർ വരുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഓരോ യൂണിറ്റിന്റെയും വെയിറ്റേജ് എന്ന് പറയുന്നത് അത് എക്സാക്ട് വെയിറ്റേജ് ഒന്നും അല്ല, അതൊരു ഓൾമോസ്റ്റ്, നമുക്ക് കറക്റ്റായിട്ട് ആ വെയിറ്റേജ് കിട്ടില്ല, ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മിക്ക ആളുകളും ചെയ്യുന്നത് ഓണം വരെയുള്ള പോർഷൻസ് മാറ്റി വെച്ചുകൊണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ചു വന്നിട്ടുള്ള പോർഷൻസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. യെസ്, അത് കറക്റ്റ് ആണ്. പക്ഷെ കൂടുതൽ മാർക്കിനും അതിനുണ്ട്. പക്ഷെ അതിനു മുന്നേ ഉള്ള ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ കുറെ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കുക. മാത്രമല്ല, ഇപ്പോൾ ഒരു 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസോളം വന്ന് നമുക്ക് അതിനകത്ത് അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ പാറ്റേൺ അനുസരിച്ച് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്കിന് ചോദിക്കുക, അതിനകത്ത് തന്നെ ഓപ്ഷൻസ് വേറെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ആദ്യം മാത്തമാറ്റിക്സിനകത്ത് ആദ്യ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് ഈ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നത് 5 മാർക്കിനോളം ഉണ്ടാകും. അതേപോലെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഒരു 4 മാർക്കിനുണ്ടാകും. അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്രയിൽ നിന്നും 3 മാർക്കിനുണ്ടാകും. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസിൽ നിന്നൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് പലർക്കും നോക്കിയത് ഇവിടം വരെയുള്ള പോർഷൻസ് പലരും ഒന്ന് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ് തുടങ്ങിയ ഈ യൂണിറ്റ്സ് ആയിരിക്കാം കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് മനസ്സിലാക്കണം. തൊട്ട് മുന്നേയുള്ള ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടേ ഈ ക്രിസ്മസ് എക്സാമിന് പോകാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ട്രിഗണോമെട്രിയിൽ നിന്നും 12 മാർക്ക്, കോർഡിനേറ്റ്സിൽ നിന്നും 11, ടാൻജൻസ് 11, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, അങ്ങനെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര വരെയുള്ള പാഠഭാഗങ്ങൾ നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ഉണ്ട്. അപ്പൊ മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 11 ചാപ്റ്റേഴ്സിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നൊക്കെ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. കാര്യം ഒരു 5 മാർക്ക് നമുക്ക് പോകാൻ പാടില്ല. നമുക്ക് ആ 5 മാർക്ക് വേണം, കിട്ടണം. അതിന് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക, പാഠത്തിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക. ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തെ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഒരു ചോദ്യം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഒരു ക്വസ്റ്റ്യന് വരുമ്പോൾ അതിന് എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട്, ഡി പാർട്ട്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ചില ആളുകൾ ഇത് ചെയ്യേണ്ട, അത് വേണ്ട, പോട്ടെ, അത് വേണ്ട. ഒരു 12ാമത്തെ ചോദ്യമാണ്, അത് വേണ്ട, ചെയ്യുന്നില്ല, കാര്യം ഒന്നുമേ അറിയത്തില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യല്ലേ മക്കളെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് എ പാർട്ടോ ബി പാർട്ടോ സി പാർട്ടോ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, നമ്മൾ എഴുതേണ്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പുതിയ പാറ്റേൺ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ്, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഓരോ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ വെയിറ്റേജ് ഒരു ഓൾമോസ്റ്റ് വെയിറ്റേജ് ആണ്, നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതൊക്കെ പാഠങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഓണത്തിന് മുന്നേ ഉള്ള പോർഷൻസ് പഠിക്കണോ എന്നൊക്കെയുള്ള ഡൗട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആയിരിക്കാം ഇത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.